കാട്ടാക്കടയിൽ പ്രവർത്തിക്കുന്ന സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റിൽ നോട്ട്ബുക്കുകൾക്ക് പഠനോപകരണങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവ്. കുളത്തുമ്മൽ വെൽഫെയർ സഹകരണ സംഘത്തിന്റെ നേതൃത്വത്തിലാണ് സഹകരണ സ്റ്റുഡൻസ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ പഠനോപകരണങ്ങളും ഇവിടെ നിന്ന് 10% മുതൽ 60% വരെ വിലക്കുറവിൽ ലഭിക്കുന്നു. 10 നോട്ട്ബുക്ക് വാങ്ങിയാൽ 5 നോട്ട്ബുക്ക് സൗജന്യം. കൂടാതെ ത്രിവേണി നോട്ട്ബുക്കും ഇവിടെ ലഭ്യമാണ്. കാട്ടാക്കട തൂങ്ങാമ്പാറയിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷ തീവെച്ച് നശിപ്പിച്ചു. ഉഷകുമാരിയുടെ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയാണ് സാമൂഹ്യവിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. 10 ദിവസങ്ങൾക്ക് മുമ്പ് ഇവരുടെ വീടിന് നേർക്ക് ആക്രമണം ഉണ്ടായിരുന്നു. അന്ന് വീടിൻ്റെ ജനൽച്ചില്ലുകൾ തകർത്തു. മകൻ ഓടിക്കുന്ന ഓട്ടോറിക്ഷയാണിതെന്നും തൻ്റെ പേരിലാണ് ഓട്ടോറിക്ഷയെന്നും ഉഷകുമാരി പറഞ്ഞു. മാറനല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പുലർച്ചെ 3:30 ഇത് വണ്ടി കത്തുന്നതാണ് കണ്ടത്. കണ്ടത്. മോൻ ഇവിടെ കിടക്കായിരുന്നു. മോൻ ഇങ്ങനെ വണ്ടി കത്തുന്ന ശബ്ദം, ഒരു നല്ല സ്മെല്ലായിരുന്നു. പ്ലാസ്റ്റിക് എരിഞ്ഞ് നാറുന്ന സ്മെല്ലും പൊട്ടിത്തെറിക്കുന്നത് പോലെയൊക്കെ കേട്ടോണ്ട് ചാടി വിളിച്ച് ജനലിൽ കൂടെ നോക്കിയപ്പോൾ വണ്ടി കത്തുന്നു. പെട്ടെന്ന് അമ്മ നമ്മളെ വണ്ടി കത്തുന്ന ഓടി വരികയെന്ന് പറഞ്ഞ് വിളിച്ചോണ്ട് പുറത്തിറങ്ങി. ഞാനും കൂടെ ഇറങ്ങി വെള്ളം എടുത്തുകൊണ്ട് വന്നപ്പോൾ ആ വീട്ടിലുള്ളവർ ഉണർന്നു വന്നു. അവരും കൂടെ വെള്ളം എടുത്തൊഴിച്ചാണ് തീ അണച്ചത്. ഇത് ആരുടെ പേരിലുള്ള വണ്ടിയാണ്? വണ്ടി എൻ്റെ പേരിലാണ്. ഇവിടെ ഇങ്ങനെ നേരത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ? നേരത്തെ ഇങ്ങനെ വേറെ ഒരു പ്രശ്നമില്ല. ഒരു 10 ദിവസം മുമ്പ് ഈ ജനലിന്റെ ഗ്ലാസ് അടിച്ച് തകർത്തു. അതിൽ നമ്മൾ പോലീസിൽ പരാതി കൊടുത്തിരുന്നു. 2 ദിവസം കഴിഞ്ഞതിന് ശേഷം പോലീസ് വന്ന് അന്വേഷിച്ചിട്ട് അത് ആരാണെന്ന് നോക്കട്ടെ, നിങ്ങൾക്ക് ആരെങ്കിലും വിരോധം ഉണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ട് പോയി. ഇത് വേറെ അതാരായിരുന്നു അന്ന് ഇത് നടത്തിയത്? അതാരാണെന്ന് അറിയില്ല. അപ്പോഴും അന്നും പുലർച്ചെ 3:30 14-ാം തീയതി 3 മണിക്ക്. അപ്പോഴും ഒരു ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്ന ശബ്ദം കേട്ട് ജനലിന്റെ ഗ്ലാസ് വന്ന് മൂത്തൂടി വീണപ്പോൾ ഞാൻ മക്കളെ ഇത് എന്നെ ആരോ അടിക്കണമെന്ന് പറഞ്ഞ് ചാടി എണീറ്റ് വിളിച്ച് അവന് എണീറ്റ് വന്നപ്പോൾ ബൈക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് പോയി. അയൽവക്കത്തുള്ളവരൊക്കെ വിളിയായിട്ട് ഓടി വന്ന് കൂടി, പക്ഷെ ആരെയും കാണാനൊന്നും പറ്റിയില്ല. മനഃപൂർവ്വം നിങ്ങളെ ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്? നമ്മളെ മനഃപൂർവ്വം ഉപദ്രവിക്കാനുള്ള ശ്രമമാണ്. ഇവിടെ കിടന്നുറങ്ങാൻ കൂടി പേടിയായിരിക്കുന്നു. രാത്രി ജനലിലൊക്കെ കല്ലെടുത്തെറിയുന്നുണ്ട്. എന്റെ മോൻ മുകളിലാണ് താമസിച്ചിരുന്നത്. മൂത്ത മോനും കുടുംബം ഇവിടെയായിരുന്നു. ഭയങ്കര ശല്യം കാരണം അവരിപ്പോൾ ഇവിടെ നിന്ന് മാറി. ഇപ്പോൾ ഇളയ മോനും ഞാനും ഇവിടെയാണ്. മോൻ ഇവിടെ ഹാളിൽ വന്ന് കിടക്കുന്നുണ്ട്, ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട്. പക്ഷെ എന്നാലും ജനലിൽ ഗ്ലാസ്സിൽ കല്ലെടുത്തെറിയുകയും രാത്രി വന്ന് കതവിൽ അടിച്ചിട്ട് ഇറങ്ങി വാടാന്ന് വിളിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കഥ തുറക്കുന്നുമ്പേ ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് പോകുന്നുണ്ട് ആരൊക്കെ.